എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 200 രൂപയ്ക്ക്, വെറും 200 രൂപയ്ക്ക് 1 കിലോ ബീഫ് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെവിടെയാണ്, എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ കട. അപ്പോൾ ഇവിടെ ഇപ്പോൾ രാവിലത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തിരക്കിലാണ്. നമുക്ക് ഉള്ളിൽ കയറി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ണോട് ചോദിക്കാം. ഇവിടെ ഒരാൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നൗഷാദ് നമസ്കാരം. അപ്പോൾ നൗഷാദ് എത്ര വർഷമായി ഇപ്പോൾ ഈ ഇറച്ചി കച്ചവടം ഇവിടെ? ഇവിടെ നമ്മൾ പുതിയ സ്റ്റാർട്ട് ചെയ്താണ്. 4 മാസമായിട്ടുള്ളൂ. അപ്പുറത്ത് നമ്മൾ കട ഷോപ്പ് ഉണ്ടായിരുന്നു. ആ, എത്ര വർഷത്തോളമായി ഉണ്ടാവും ഇപ്പോൾ ഇറച്ചി കച്ചവടത്തിൽ? ഇറച്ചി കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ പാരമ്പര്യമായിട്ടുള്ളതാണ്. പോയി വന്ന് നമ്മളെ പഴയ പരിപാടിയിലേക്ക് ഇറങ്ങിയതാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾ എത്ര റുപ്യായിട്ടാണ് ഇപ്പൊ ഇവിടെ ബീഫ് കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ 200 രൂപ. കേരളത്തിൽ എവിടെയും കിട്ടില്ല. കേരളത്തിൽ കിട്ടാൻ പ്രയാസമാണ്. കാരണം ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ബീഫിന് നമ്മൾ 230, 240 വരെയൊക്കെ കടകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ, അപ്പോൾ 200 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് അതിശയമാണ്. ഓക്കെ, ഇവിടെ എല്ലാ ദിവസവും കച്ചവടം ഉണ്ടാവും. ഡെയിലി ഷോപ്പാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെരുന്നാളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വില കൂട്ടുമോ? ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകൾക്ക് വില കൂടുമോ ഉദ്ദേശിക്കുന്നത്? എന്നാലും എന്തെങ്കിലും കൂടുകയാണെങ്കിൽ ചെറിയ പൈസ കൂടുള്ളൂ. ടൈറ്റ് ആണ്. എന്തെങ്കിലും ഒരു 210 വരെ എത്താം അല്ലേ? അതിന്റെ മേപ്പട്ടിക്ക് പോവില്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് നമ്മളെ നാട്ടുകാർക്ക് നല്ല സാധനം കുറഞ്ഞ പൈസക്ക് കൊടുക്കുക. അതാണ് ഇക്കാടെ പോളിസി എന്ന് അറിയുന്നത്. അപ്പോൾ ഇവിടെ എത്ര മണിക്ക് സാധാരണ ഇവിടെ വിൽപ്പന തുടങ്ങുക? പുലർച്ചെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എത്ര മണി വരെ കച്ചവടം ഉണ്ടാവും? കഴിയും. സാധനം കഴിയും. സാധനം കഴിഞ്ഞ് എപ്പോൾ കഴിയുന്നു അപ്പം കച്ചവടം. ഇനിയിപ്പോൾ സാധാരണ ഇപ്പോൾ പെരുന്നാളൊക്കെ ആകുമ്പോൾ ആ ഒരു 2 ദിവസമൊക്കെ മാക്സിമം 24 മണിക്കൂർ തന്നെ ഉണ്ടായിരിക്കില്ല കടകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് പറയുകയാണെങ്കിൽ എടക്കര പാലെത്തുന്നതിന് മുന്നേ അളിയൻ സിറ്റി സ്പോട്ടിന് അളിയൻ സിറ്റി മലബാർ ബേക്കേഴ്സ്. അതായത് നമ്മൾ എടക്കര മലബാർ ബേക്കേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എവിടുന്നാണെങ്കിലും, കാസർഗോഡ് നിന്നോ തിരുവനന്തപുരത്തു നിന്നാണെങ്കിലും ഒരു 100 കിലോ ഒക്കെ മേടിക്കാനുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വരാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സാധനം ഉണ്ടെങ്കിൽ 100 കിലോ തൂക്കിത്തരും. നേരത്തെ വന്നാൽ നേരത്തെ സാധനമായിട്ട് പോവാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആളുകൾ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഒരു ഇക്ക വന്നിട്ടുണ്ട്. ഇക്ക, എന്താണ് ഇവരെ ഈ കടനെ പറ്റിയിട്ട് അഭിപ്രായം? ഇറച്ചി കച്ചവടത്തിനെ പറ്റിയിട്ടൊക്കെ നല്ല അഭിപ്രായമാണ്. നമുക്ക് 200 രൂപയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുതലാണ്. എത്ര കാലമായി ഇവിടുന്ന് മേടിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ കുറേ കാലങ്ങളായില്ലേ ഇവരെ കയ്യിൽ നിന്ന് ഇറച്ചി മേടിക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് മേടിക്കാം. അപ്പോൾ ഒക്കെ ഇവിടെ ഇറച്ചി മേടിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് നമ്മളിപ്പോൾ ഈ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എടക്കര നമ്മളെ മലപ്പുറം സൂപ്പർ മാർക്കറ്റ്, അതേപോലെ മലബാർ ബേക്കേഴ്സ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒരു മീനിൻ്റെ സ്റ്റാളുണ്ട്. അത് ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ എവിടെയാണ് നമ്മളെ PK ബീഫ് സ്റ്റാള്. ഇവിടെ കുറേ ആളുകൾ ഇപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ട് ഇതിനോട് ചേർന്നിട്ട് തന്നെ ചിക്കനും ഉണ്ട്, ബീഫും ഉണ്ട്, അതേപോലെ ചിക്കനും ഉണ്ട്. ചിക്കനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ വാരി ഇപ്പോൾ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. വാരിയൊക്കെ അതേപോലെ നെഞ്ഞൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇക്കപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കാക്കാൻ്റെ പേരൊന്ന് പറയാമോ? ബാബു. ഓക്കെ, നല്ല സ്പീഡിൽ കട്ടിങ്ങാണ് ഇക്ക. നമുക്ക് ഇവിടെ കട്ടിങ് ഒക്കെ ഫ്രീ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കട്ടിങ് ഒക്കെ ഫ്രീ ആണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഏത് കട്ടിങ് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. അതേ അളവിൽ ഇപ്പോൾ ചില്ലിക്കാണെങ്കിൽ ചില്ലി, കറിക്കാണെങ്കിൽ കറിക്ക്, ബിരിയാണിക്കാണെങ്കിൽ ബിരിയാണിക്ക്
അപ്പോൾ ആ അളവിൽ ഒക്കെ കട്ട് ചെയ്ത് ഉഷാറാക്കിയിട്ട് തരും. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഓർഡറുകൾ എടുക്കുന്നുണ്ട്, നിങ്ങൾ കാറ്ററിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് തമിഴ്നാട് നമ്മളെ കൂടുതൽ അവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ വരുന്നത്. ഇപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ വരണമല്ലേ? ഇവിടെ വന്ന് കണ്ട് ഉറപ്പ് വരുത്തി അഡ്വാൻസും തന്നിട്ട് പോവാം. അപ്പോൾ പറഞ്ഞ സമയത്തേക്ക് സാധനം റെഡിയാക്കി തരും. അപ്പോൾ ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡറുകൾ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരിക, ഇക്കാനായിട്ട് നേരിട്ട് കണ്ട് സംസാരിക്കുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നേരെ അഡ്വാൻസും കൊടുക്കുക, സാധനമായിട്ട് പോവുക. നല്ല ഉഷാറ് സാധനമാണ്. കുറച്ച് എല്ലും കൂടി വേണം, എന്നാലാണ് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാവരും തനി ഇറച്ചിമേലാണ് ടേസ്റ്റ് എന്നാണ് എല്ലാവരും ഇരിക്കുന്നത്. 1 കിലോ ഇറച്ചി മേടിക്കുമ്പോൾ മിനിമം ഒരു 50 ഗ്രാമെങ്കിലും എല്ല് മേടിക്കണം. 100 ഗ്രാം എങ്കിലും മിനിമം എല്ല് മേടിച്ചാലാണ് ആ കറിക്ക് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങളിപ്പോൾ ഇറച്ചി മേടിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ ഇതേപോലെ നല്ല എല്ല്, സോഫ്റ്റായുള്ള എല്ല് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇറച്ചി മേടിക്കുമ്പോൾ ഒരു 100 ഗ്രാമോളം എല്ല് ഇത് വാങ്ങിയിട്ട്, 1 കിലോ മേടിക്കുന്നുണ്ടെങ്കിൽ 100 ഗ്രാം വാങ്ങിയിട്ട് അതും കൂടിയിട്ട് കറി വെച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കല്ലേ, ആ വ്യത്യാസം മനസ്സിലാവൂല്ലേ? അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെയാണ് എല്ലാ പാർട്സുകളും ഉൾപ്പെടുത്തി മേടിക്കുകയാണെങ്കിലും കറിക്ക് ടേസ്റ്റ് കൂടൂല്ലേ? അപ്പോൾ ഇതേപോലെ ഇവിടെ ഓരോരോ പാർട്സുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നെഞ്ഞ് ഉണ്ടാവും, ഊര ഉണ്ടാവും, ഇതിൽ കാല്, തൊട എല്ലാം ഉണ്ടാവും, ലിവർ, കിഡ്നി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മിക്സ് ചെയ്ത് 1 കിലോ വാങ്ങിയിട്ട് കറി വെച്ചാലും ആണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അല്ലേ ഇക്ക? അപ്പോൾ ഇറച്ചി മേടിക്കാൻ വരുന്ന ആളുകൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാ പാർട്സുകളൊന്നും കഷ്ണങ്ങൾ എടുത്തിട്ട് 1 കിലോ വാങ്ങി കറി വെക്കുക, ബിരിയാണി വെക്കുക ചെയ്താൽ അതിനേതായുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസം അതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ലൊക്കേഷൻ നമ്മുടെ എടക്കര മലബാർ ബേക്കറിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പെരുന്നാളൊക്കെയാണ് വരുന്നത്. അപ്പോൾ 200 രൂപ ഇവിടെ കിലോനുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങിക്കാം. അതേപോലെ കാറ്ററിങ്ങിൻ്റെ അതേപോലെ തന്നെ കാറ്ററിങ്ങിൻ്റെ ആൾക്കാരും ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾ വിൽക്കാനായിട്ട് സംസാരിച്ച് ഉറപ്പ് വരുത്തി ഒരു അഡ്വാൻസും കൊടുത്തിട്ട് സാധനം കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. എല്ലാവർക്കും ഒരു ബായ് കൊടുക്കാം.